റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന ഇന്ത്യക്കാരിൽ 12 പേർ കൊല്ലപ്പെട്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഇതിൽ മലയാളിയായ ബിനിൽ ബാബുവും ഉൾപ്പെടുന്നു. നിലവിൽ 18 ഇന്ത്യക്കാർ റഷ്യൻ സേനയുടെ ഭാഗമായി തുടരുകയാണെന്നും ഇതിൽ 16 പേരെ കുറിച്ച് വിവരമില്ലെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. We conveyed condolences to the family. Our embassy is in touch with Russian authorities so that his mortal remains could come back to India as soon as possible. Regarding the other gentleman who was injured, he is receiving treatment in a hospital in Moscow. That we have been in constant touch with Russian authorities for early release and repatriation of Indian nationals who are serving in the Russian army. 16 individuals, their whereabouts are not known, and the Russian side has categorized them as missing. We remain engaged with the Russian authorities to ascertain the whereabouts of the missing Indian nationals. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാലും തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനും ചേരുകയാണ്. ആദ്യം ശരത് ലാലിലേക്ക്. ശരത്, ഈ ബിനിൽ ബാബുവിൻ്റെ മരണമടക്കം ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയാണ്. ഇതിൽ റഷ്യയിൽ കഴിയുന്ന ഇന്ത്യക്കാരായ കൂലിപ്പട്ടാളക്കാരുടെ മോചനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കുവാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവർ വ്യക്തമാക്കുന്നത്? ലക്ഷ്മി, ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു വിശദമായ റിപ്പോർട്ട് വിദേശകാര്യ വക്താവ് തന്നെ വ്യക്തമാക്കുന്നത്. നേരത്തെ പാർലമെന്റിൽ ചോദ്യത്തിന് ഉത്തരവുണ്ടായിരുന്നു, ഉത്തരം നൽകിയിരുന്നു. ഇതൊക്കെ ഉണ്ടായപ്പോഴും വിദേശകാര്യ വക്താവ് വളരെ പ്രധാനപ്പെട്ട രീതിയിലാണ് ഇന്ന് ഈ വിഷയത്തെ കാണുന്നത്. 126 ഇന്ത്യക്കാരാണ് ഇതുവരെ റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ ചേർന്നത്. അതിൽ 96 പേരെ മടക്കിക്കൊണ്ടുവന്നു കഴിഞ്ഞു. 18 പേർ ഇപ്പോഴും റഷ്യൻ പട്ടാളത്തിൽ കൂലിപ്പട്ടാളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ 16 പേരെ കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല എന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ വളരെ സീരിയസ് ആയത് ഗൗരവകരമായ നിലപാടും അല്ലെങ്കിൽ ഒരു നീക്കവുമാണ് ഇന്ത്യൻ സർക്കാർ നടത്തുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. റഷ്യയിലെ എംബസിയെ സംബന്ധിച്ച് റഷ്യയിലെ മോസ്കോയിലെ ഇന്ത്യൻ എംബസി പരിക്കേറ്റ് കിടക്കുന്ന ജെയിൻ കുര്യൻ അടക്കമുള്ളവരുടെ ചികിത്സാ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള ആരോഗ്യം മെച്ചപ്പെടുന്നതോടുകൂടി അദ്ദേഹത്തെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കും. ബിനിൽ ബാബുവിൻ്റെ ഭൗതിക ശരീരം സംബന്ധിച്ചും നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലക്ഷ്മി, ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഗൗരവത്തോടെ കേന്ദ്രം സർക്കാർ ഇതിനെ സമീപിക്കുന്നത്, വിദേശകാര്യ മന്ത്രാലയം സമീപിക്കുന്നത്. ഈ ആഴ്ചയിൽ 2 തവണ തന്നെ ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പും അതേപോലെ മാധ്യമപ്രവർത്തകരുമായി സംവദിക്കുകയുണ്ടായി. ഏതായാലും ഒരു കാര്യത്തിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യക്കാരെ മടക്കി കൊണ്ടുവരുന്നതിൽ 126 പേരിൽ 96 പേരെ മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമായിട്ടാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രി ഇപ്പോഴും പറയുന്നത്. ഏതായാലും ബിനിൽ ബാബുവിനെ മടക്കിക്കൊണ്ടുവരാൻ കഴിയാത്തതിലും അത് റഷ്യയിലെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു എന്ന് മാത്രമാണ്. ഏതായാലും ബിനിൽ ബാബുവിൻ്റെ കാര്യത്തിൽ ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലൊരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ബിനിൽ ബാബുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നൊരു ആരോപണം അന്നൊരു വിശ്വാസം ഇപ്പോൾ റഷ്യൻ എംബസിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിലുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ ഇതിലൊരു അടിയന്തരമായി ഇത്തരമൊരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചത്. ഏതായാലും 126 ഇന്ത്യക്കാരിൽ ഇനി 18 പേരാണ് കൂലിപ്പട്ടാളത്തിലുള്ളത്. ഇതിൽ 16 പേരെ കുറിച്ച് എവിടെയാണ് എന്താണ് എന്ന വിവരം ഇതുവരെ റഷ്യൻ സർക്കാർ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ റഷ്യൻ പട്ടാളം നൽകിയിട്ടില്ല എന്നാണ് ലക്ഷ്മി വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇന്നും ആവർത്തിച്ചു പറഞ്ഞത്. ലെവിൻ കൂടി ചേരുകയാണ്. ലെവിൻ, 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. അതിൽ തന്നെ 16 പേരെ കുറിച്ച് അത് കൂടുതൽ ആയിട്ട് 16 പേരെ കുറിച്ച് വിവരമൊന്നുമില്ല എന്നും പറയുന്നു. 12 പേര് കൊല്ലപ്പെട്ടു, 16 പേരെ കാണാനില്ല എന്ന് പറയുന്നു. ഇതിലൊക്കെ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ തന്നെ ബിനിൽ ബാബുവിൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ കൂടുതൽ മലയാളികളെ കാണാതായിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്?
ലക്ഷ്മി, ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനായ കണക്കുകളാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടത്. ഇത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമായത് കഴിഞ്ഞ മാസമായിരുന്നു. ഡിസംബർ 13-ന് പാർലമെന്റിൽ തന്നെ വിദേശകാര്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അന്ന് 19 പേരാണ് ഇപ്പോഴും ഇന്ത്യക്കാരായി റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ തുടരുന്നത് എന്നുള്ള കണക്കാണ് നൽകിയത്. അതിനു മുൻപ് 2024 ഓഗസ്റ്റിലാണ് കണക്ക് വിദേശകാര്യ മന്ത്രാലയം തന്നെ പുറത്തുവിട്ടത്. അപ്പോൾ ആ കണക്കുകൾ പ്രകാരം 91 ഇന്ത്യക്കാരായിരുന്നു റഷ്യൻ ആർമിയിൽ ഉണ്ടായിരുന്നത്. അതിൽ 14 പേരെ ആ കണക്ക് പുറത്തുവിടുന്ന സമയത്ത് രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരാനായി 66-ലധികം ആളുകൾ ആ സമയത്ത് റഷ്യൻ പട്ടാളത്തിന്റെ ഭാഗമായിരുന്നു. 9 പേർ കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളതായിരുന്നു 2024 ഓഗസ്റ്റിലെ കണക്ക്. അതിനുശേഷമാണ് ഡിസംബർ 13-ന് പുതിയ കണക്ക് വിടുന്നത്. ആ കണക്കിൽ മരണപ്പെട്ടവരെ കുറിച്ചുള്ള വിവരങ്ങളില്ല. 19 പേർ റഷ്യൻ ആർമിയുടെ ഭാഗമായി അവിടെ തുടരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നേരത്തെ ശരത്ത് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള കണക്കുകൾ പരിശോധിക്കാൻ നേരത്ത് 12 ഇന്ത്യക്കാർ അവിടെ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കണക്ക്. ഈ 12 ഇന്ത്യക്കാരിൽ 2 പേർ മലയാളികളാണ്. തൃക്കൂർ സ്വദേശിയായിട്ടുള്ള സന്ദീപ് ചന്ദ്രനും തൃശ്ശൂർ കുട്ടനല്ലൂർ സ്വദേശിയായ ബിനിൽ ബാബുവും. ഇവരുടെ 2 പേരുടെയും മരണമാണ് മലയാളികൾ എന്നുള്ള നിലയിൽ നമുക്കും ഉറപ്പിക്കാനായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കണക്കുകൾ പ്രകാരം ഈ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടക്കമുള്ള വിവരങ്ങൾ പ്രകാരം 3000-ലധികം ഇന്ത്യക്കാർ റഷ്യയിലേക്ക് പലവിധ ഏജൻസികൾ വഴി അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പട്ടാളത്തിൽ ചേർന്നവർ എത്ര പേരുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും സ്ഥിരീകരിക്കത്തക്കതായിട്ടുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഒരു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയോ നോർക്കയുടെയോ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. പരാതിപ്പെടുമ്പോഴും പരാതികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ റഷ്യൻ കൂലിപ്പട്ടാളത്തിൻ്റെ ഭാഗമായവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ എംബസികൾക്കും റഷ്യയിൽ നിന്നുള്ള മറ്റ് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്കുമൊക്കെ വിവരങ്ങൾ ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ കണക്കുകളുടെ ഒരു പൊരുത്തക്കേട് വലിയ പ്രശ്നമായി തുടരുന്നു. എങ്കിൽ പോലും ഇത്രയധികം ആളുകൾ, ഇത്രയധികം ചെറുപ്പക്കാർ തൊഴിൽ തട്ടിപ്പിനിരയായി മനുഷ്യക്കടത്തിൻ്റെ ഭാഗമായി കൂലിപ്പട്ടാളത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ്. കാരണം വിദേശകാര്യ മന്ത്രാലയവും നോർക്കയും ഒക്കെ സജീവമായി ഇടപെട്ട് തൊഴിൽ തട്ടിപ്പിനെ കുറിച്ച് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകുമ്പോഴും അതിൽ നിന്ന് ഒക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട് പലരും ഇപ്പോഴും പോകുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. ഇത്തരത്തിൽ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം നമുക്ക് പൂർണ്ണമായും നമുക്ക് ഈ കണക്കുകളെ ആശ്രയിക്കാനാവില്ല. കാരണം ഒട്ടേറെ ചെറുപ്പക്കാർ ഇപ്പോഴും റഷ്യയിലെ വിവിധ ഭാഗങ്ങളിലായി കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതാണ് നമ്മൾ നടത്തിയ അന്വേഷണങ്ങൾ തന്നെ വ്യക്തമാകുന്നത്. പരാതികൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നത്, രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എന്നുള്ളതും ഇക്കാര്യത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ മരണത്തിൻ്റെ കണക്കും വരുന്നത്. മലയാളികളായിട്ടുള്ള 2 പേരെ കുറിച്ചാണ് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 2 പേരിൽ തൃശ്ശൂർ സ്വദേശികളായ 2 പേരും കൊല്ലപ്പെട്ടു. ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നു. മറ്റ് 3 ആളുകൾ തൃശ്ശൂർക്കാരായിട്ട് തന്നെയുള്ള മറ്റ് 3 ആളുകൾക്ക് തിരികെ വരാനായിട്ടുണ്ട്. കൊല്ലം എറണാകുളം സ്വദേശികൾക്ക് തിരികെ വരാനായിട്ടുണ്ട്. ഇതിനു മുൻപ് കഴിഞ്ഞ വർഷം, അതായത് 2022-ലും 2023-ലുമൊക്കെയായി തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിൽ നിന്നുള്ള നിരവധി ചെറുപ്പക്കാർ ഇത്തരത്തിൽ റഷ്യൻ കൂലിപ്പട്ടാളത്തിൻ്റെ ഭാഗമായി മലയാളികളായി അവിടെ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ പൂർണ്ണമായൊരു വിവരങ്ങൾ ലഭ്യമല്ലെങ്കിൽ പോലും മലയാളികളായിട്ടുള്ള 2 പേർ ഇവിടെ യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും മറ്റുള്ള ആളുകൾ കിടക്കുന്നുണ്ട് എന്നുള്ള വിവരവും ലഭ്യമായിട്ടുണ്ട്. ഏതായാലും സർക്കാരുകളുടെ ഒരു ഊർജിതമായ ശ്രമം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഈ ഘട്ടത്തിൽ വളരെ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഈ തെറ്റിദ്ധരിക്കപ്പെട്ട് തട്ടിപ്പിനിരയായി മനുഷ്യക്കടത്തിന്റെ ഭാഗമായി അവിടെ എത്തപ്പെട്ടിട്ടുള്ള പലരുടെയും കാര്യത്തിൽ ഈ സഹായം പൂർണ്ണമായി ഫലവത്താകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി ഉയരുന്നത്. ലക്ഷ്മി, നിരവധി പേർ ഇപ്പോഴും റഷ്യയിൽ മരണമുഖത്ത്, യുദ്ധമുഖത്താണ് ഉള്ളത്. ഇന്ത്യക്കാരിൽ 12 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. ഇതിൽ മലയാളിയായ ബിനിൽ ബാബു ഉൾപ്പെടുന്നു. നിലവിൽ 18 ഇന്ത്യക്കാർ റഷ്യൻ സേനയുടെ ഭാഗമായി തുടരുകയാണെന്നും ഇതിൽ 16 പേരെക്കുറിച്ച് വിവരമൊന്നുമില്ല എന്നുമാണ് ഇപ്പോൾ വിദേശകാര്യ വക്താവ് അറിയിച്ചിരിക്കുന്നത്. ആദ്യമായാണ് ഈ വിഷയത്തിൽ വിദേശകാര്യ മന്ത്രാലയം വിശദമായ ഒരു പ്രസ്താവന, വിശദമായൊരു വാർത്താ സമ്മേളനം നടത്തുന്നത്. വേഗം ഇവരെ യുദ്ധമുഖത്ത് നിന്ന് രക്ഷിക്കുവാൻ കഴിയണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. അതിനായി നിരവധി സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നുണ്ട്. എങ്കിൽ പോലും ഒന്നും ഫലം കാണാത്ത ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇതുവരെയുള്ള സമ്മർദ്ദങ്ങളൊന്നും പോരാ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന മരണവാർത്ത സൂചിപ്പിക്കുന്നത്.